തൻ്റെ വരുമാനത്തിൽ നിന്ന് കുറച്ച് തുക സാധാരണക്കാർക്ക് വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി നീക്കി ചെയ്ത് അവരുടെ പ്രീതി സമ്പാദിച്ചിരുന്ന സുരേഷ് ഗോപി വലിയ നടനല്ല അല്ലെങ്കിലും ആ സുരേഷ് ഗോപിയുടെ സിനിമ കാണുവാൻ ധാരാളം പേര് വന്നിരുന്നു. പിന്നീട് വലിയ നടനായി. ഈ നടൻ ഇപ്പോൾ എന്തു പറ്റി? വല്ലാത്തൊരവസ്ഥയിലാണ് സുരേഷ് ഗോപി പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുരേഷ് ഗോപിയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. വേണമെങ്കിൽ ഭരത് ഇപ്പോൾ ഇല്ലെങ്കിൽ പോലും ഇന്ത്യയിലെ ഏറ്റവും നല്ല നടനുള്ള അവാർഡ് നേടിയ സുരേഷ് ഗോപിക്ക് വ്യക്തമായൊരു രാഷ്ട്രീയമില്ല, രാഷ്ട്രീയ കാഴ്ചപ്പാടില്ല. എന്നാൽ ഇപ്പോൾ ബി ജെ പിയിലല്ലേ? അത് ഇപ്പോൾ സുരേഷ് ഗോപി ബി ജെ പിയിലാണ്, ബി ജെ പിയുടെ കേന്ദ്ര സഹമന്ത്രിയാണ്. എന്നാൽ മുമ്പ് അങ്ങനെ ആയിരുന്നില്ല എന്ന് പറയാൻ കാരണം ഈ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ 1980 മുതൽ തന്നെ സുരേഷ് ഗോപിയെ വ്യക്തിപരമായിട്ട് ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ ഓഫീസിന് അടുത്താണ് വീട്, കൊല്ലത്ത്. അവിടെ മിക്കവരും സിനിമ അഭിനയം താല്പര്യമായിരുന്നു. എം എ ഇംഗ്ലീഷ് കഴിഞ്ഞ് IAS സ്വപ്നവുമായി നടന്നിരുന്ന ചെറുപ്പക്കാരൻ സിനിമയും ഒരേപോലെ സ്വപ്നമായിരുന്നു. IAS എടുത്തില്ലെങ്കിലും പിന്നെ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിച്ചു ഓടയിൽ നിന്ന് എന്നുള്ളൊരു സിനിമയിലാണ് അഭിനയിച്ചെന്ന് പറഞ്ഞത്. ഒരു കുട്ടിയുടെ റോളിൽ അത് ബാലനടായിട്ട് അഭിനയിച്ചു. പിന്നെ അങ്ങനെ വന്നു. പക്ഷെ പലരും കാണാൻ സൗന്ദര്യമുണ്ടെങ്കിലും പലരും പറഞ്ഞു ഇയാൾക്ക് അഭിനയിക്കാൻ അറിയില്ല. ഞാൻ തന്നെ പലരും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോഴും ഇയാൾ അഭിനയം ശരിയാവില്ല എന്ന് നിരുത്സാഹപ്പെടുത്തുകയായിരുന്നു. എന്തായാലും സുരേഷ് ഗോപി മലയാള സിനിമയിൽ ഒരു സാധാരണക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു നടനായി വന്നു. അത് അടി, ഇടി, കുത്ത്, വാൾപേറ്റ് എന്ന് വേണ്ട എല്ലാം, പ്രത്യേക ഡയലോഗ് പ്രസൻറ്റേഷനിലൊക്കെ. അപ്പോഴും ചില നല്ല ക്യാരക്ടറുള്ള ചെറുപ്പക്കാരനായിരുന്നു. ആലോചിക്കണം എന്താണെന്ന് പറയാൻ കാരണം മറ്റുള്ളവർ സഹായിക്കാനുള്ള മനസ്സുണ്ടായിരുന്നു. തനിക്ക് കിട്ടുന്ന റോയൽറ്റിയിൽ നിന്ന് ഒരു വിഹിതം മറ്റൊരു സഹായിച്ചിരുന്നു എന്ന് ആലോചിക്കണം. അന്നത്തെ സുരേഷ് ഗോപിയെ മിക്ക പേർക്ക് ഇഷ്ടമായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നു, ഒരേ സമയം രാഷ്ട്രീയമില്ല എന്ന് പറയുമായിരുന്നെങ്കിലും ഒരേ സമയം കെ കരുണാകരനെയും VS അച്യുതാനന്ദനെയും ആരാധിച്ചിരുന്നൊരു ചെറുപ്പക്കാരൻ. പിന്നീട് ആ ആരാധന പിണറായിലേക്ക് വന്നു എന്നുള്ളത് നേരിട്ട് അനുഭവമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ രണ്ട് വെച്ചാൽ VS LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് മലമ്പുഴയിൽ മത്സരിക്കുന്നു, കരുണാകരൻ UDF സ്ഥാനാർത്ഥി മത്സരിക്കുന്നു. രണ്ടുപേർക്കും വേണ്ടി തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിന് പോയി എന്ന് ആലോചിക്കണം. ഞാൻ അന്നേ ചോദിച്ചിട്ട് എന്തിനാണ് ഈ രണ്ട് വള്ളത്തിലും കാലിട്ട് ഇങ്ങനെ പൊളിഞ്ഞു പോകില്ലേ സുരേഷേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അന്ന് സുരേഷ് പറഞ്ഞതെന്താ, ഞാനിത് രാഷ്ട്രീയം നോക്കിയിട്ടല്ല ഞാൻ പ്രസംഗിക്കാൻ പോയത്. എനിക്ക് VS അച്യുതാനന്ദ സഖാവ് ചെയ്യുന്ന കാര്യങ്ങളോട് എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് അദ്ദേഹം ജയിക്കണം, വീണ്ടും മുഖ്യമന്ത്രിയാവണം. അത് ഞാനവിടെ പോയി. അതേപോലെ തന്നെയാണ് ഞാൻ ഗുരുനാഥൻ്റെ സ്ഥാനത്ത് കാണുന്ന കരുണാകരൻജി. അദ്ദേഹവും ജയിക്കണം, മുഖ്യമന്ത്രിയാവണം. അപ്പോൾ ഞാൻ ചോദിച്ചു, രണ്ടുപേർക്കും ഒരേ സമയം എങ്ങനെ മുഖ്യമന്ത്രിയാവാൻ കഴിയും? അത് എൻ്റെ ആഗ്രഹമാണ്, ഇവരിൽ ആരെങ്കിലും വരണം. അതുകൊണ്ടാണ് ഞാൻ പോയത്. അല്ല, എനിക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല. എന്നാൽ അത് കള്ളമായിരുന്നു. സുരേഷ് ഗോപിക്ക് അധികാരത്തോട് താല്പര്യമുണ്ടായിരുന്നു എന്ന് അന്ന് മനസ്സിലാക്കാൻ പറ്റി. കാരണം കരുണാകരൻ സുരേഷ് ഗോപിക്ക് ഒരു സീറ്റ് കൊടുക്കാനുള്ള ഏകദേശം ഒരു ധാരണയായി എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ അറിവ്. അത് സുരേഷ് ഗോപി പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ അത് കൊല്ലത്തുള്ളവർ തന്നെ തട്ടിക്കളഞ്ഞു എന്നാണ് അറിഞ്ഞത്. അപ്പോൾ അവിടെ നടക്കില്ല എന്ന് മനസ്സിലായി. പിന്നെ CPM ക്യാമ്പിലാണ് ചേക്കേറിയെന്ന് ആലോചിക്കണം. അവിടെയും കാര്യങ്ങൾ നടക്കാതെ വന്നപ്പോഴാണ് ഒരു ലോട്ടറി അടിച്ചത്. BJPയിലേക്കുള്ള വഴി തുറന്നു കിട്ടിയതും ലോട്ടറി അടിച്ചതും. ആ ലോട്ടറി എടുത്തത് കേരളത്തിൽ നിന്നല്ല എന്ന് ആലോചിക്കണം. നേരിട്ട് പ്രധാനമന്ത്രിയും അമിത്ഷായുമായിട്ടുള്ള നേരിട്ടുള്ള കൂടിക്കാഴ്ചയും ബന്ധമാണ് സുരേഷ് ഗോപിക്ക് ഇത്രയും ഒരു ലക്കി അവസരം കിട്ടിയെന്ന് ആലോചിക്കണം. ആ അവസരം ശരിക്കും മുതലാക്കി. അല്ലെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്ക്, BJPക്ക് വേണ്ടി വർഷങ്ങളായി കേരളത്തിൽ തന്നെ എന്തെല്ലാം അടികൊണ്ട് ഇടികൊണ്ട് ത്യാഗം സഹിച്ച കുറേ നേതാക്കന്മാരിവിടെയുണ്ട്. അവർക്കൊന്നും കിട്ടാത്ത ഭാഗ്യം സുരേഷ് ഗോപി നേടിയെടുത്തില്ലേ? ആദ്യം തന്നെ എന്താ ഇത്, രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തു. 6 വർഷം. ദോഷം പറയതല്ലോ. ആ 6 വർഷം കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും ഒരു മോശപ്പെട്ട രാജ്യസഭാ മെമ്പർ ഒന്നും അഭിപ്രായം ഉണ്ടായില്ല. മാത്രമല്ല വാത്രമൊന്നും മണ്ടത്തിലും സംസാരിച്ചിട്ടില്ല എന്നാലോചിക്കണം. 6 വർഷം കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? ലോകസഭയിലേക്ക് മത്സരിപ്പിക്കാനല്ലേ തീരുമാനിച്ച്. ആ മത്സരിപ്പിച്ചു, ജയിച്ചു. നമ്മൾ തോറ്റാലും ജയിച്ചാലും തോറ്റു അല്ലെങ്കിൽ ജയിച്ചു.
കോടതിയിൽ ചോദിച്ചില്ല, ആൻസർ ടു ദ പോയിന്റ് എന്ന് ചോദിക്കുന്ന പോലെ ജയിച്ചു എങ്ങനെയെന്നുള്ള പിന്നത്തെ കാര്യം. ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് ജയിച്ചത്, ആ വോട്ട് എങ്ങനെ കിട്ടിയെന്നുള്ള വേറെ കാര്യം. അപ്പോൾ ജയിച്ചു വന്നപ്പോൾ ഒരു അഹങ്കാരം വർദ്ധിച്ചു എന്ന് BJPയുടെ നേതാക്കന്മാർ തന്നെ പറയും. പഴയ സുരേഷ് ഗോപി അല്ല. സുരേഷ് ഗോപി ഇവിടെ ആർക്കും സാധിക്കാത്ത സുരേഷ് ഗോപി ജയത്തിലൂടെ സാധിച്ചെടുത്തു. എങ്ങനെ LDFൻ്റെ കുത്തക സീറ്റായിരുന്ന തൃശ്ശൂരിനെ അട്ടിമറിച്ചുകൊണ്ട് സുരേഷ് ഗോപിക്ക് നേടാൻ കഴിഞ്ഞത് വലിയ അന്ന് അഹങ്കാരം മാത്രമല്ല. പറഞ്ഞെന്താ, നേരിട്ട് പ്രധാനമന്ത്രി സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രസംഗിക്കാൻ വന്നില്ലേ? ജയിച്ചാൽ കേന്ദ്രമന്ത്രി. അപ്പോൾ തിരുത്തി, അന്ന് കേന്ദ്രമന്ത്രിയല്ല കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി എന്നാണ് തിരുത്തി എന്നാലോചിക്കണം. അങ്ങനെ ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം സ്വപ്നം കണ്ടുകൊണ്ടാണ് സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് പോയതെന്ന് ആലോചിക്കണം. അവിടെ ചെന്നപ്പോൾ പറഞ്ഞു ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം ഇല്ല, ഒരു സഹമന്ത്രിസ്ഥാനമുണ്ട്. സഹമന്ത്രിസ്ഥാനമാണെങ്കിൽ ആഭ്യന്തര വകുപ്പിൻ്റെ സഹമന്ത്രിസ്ഥാനമാണ് ആലോചിച്ച്, അതും കിട്ടിയില്ല. അല്ലെങ്കിൽ രാജരക്ഷാ വകുപ്പാണ്, അതും കിട്ടിയില്ല. ആകെ നിരാശനായി എന്നാലോചിക്കണം. അതേ സമയത്ത് കിട്ടുന്നത്, അതായത് ഈ RSSൽ കൂടി വന്ന് BJPയിൽ വളർന്നുകൊണ്ട് ഒരു ക്രിസ്ത്യൻ സമുദായം ജനിച്ച വർഗീസ് കുര്യൻ ഉണ്ടെന്ന് ആലോചിക്കണം. ഇപ്പോഴും എതിരാളികൾക്ക് പോലും നല്ലത് മാത്രം പറയാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഒരു വകുപ്പ് കൊടുത്തു എന്ന് ആലോചിക്കണം. അപ്പോൾ ഇത് കഴിഞ്ഞ് സുരേഷ് എടഞ്ഞു. നമ്മൾ ചില ആനകളൊക്കെ ഉത്സവത്തിന് എഴുതും, എടയാറിന് വേടെ എടഞ്ഞു. ആദ്യത്തെ അവസരം ആ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നതിന് മുമ്പ് തന്നെ സുരേഷ് ഗോപി എന്ന MP-യുടെ ഇടഞ്ഞ സ്വരം BJPക്ക് കാണാനും കേൾക്കാനും കഴിഞ്ഞു. അവർ തന്നെ തീരുമാനിച്ചു, ഈ 5 വർഷം ഇവനെയും കൊണ്ടുപോകാൻ പറ്റില്ല, ഇവനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. ആ സൂക്ഷ്മ ദൃഷ്ടികളോടെയാണ് പിന്നെ പലരും സുരേഷ് ഗോപിയെ കണ്ടത്. സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്യില്ല എന്ന് ആദ്യം പറഞ്ഞു, അത് ചെയ്തു. മന്ത്രിസ്ഥാനം രാജിവെക്കുമെന്ന് പറഞ്ഞു, അത് പിന്നെ അതായി രാജിവെക്കില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ സിനിമ കൊണ്ടുനടക്കും, സിനിമയിലാണ് കൂടുതൽ സമയമെന്ന് പറഞ്ഞാൽ പറ്റില്ല എന്ന് പറയാനുള്ള തൻ്റെ ഇടം BJP കേന്ദ്രങ്ങൾ കാണിച്ചു. ഒന്നുകിൽ അഭിനയം, അല്ലെങ്കിൽ മന്ത്രിസ്ഥാനം ആരെങ്കിലും വിട്ട് കളയുമോ? അധികാരമല്ലേ, അധികാരത്തിൻ്റെ പുറത്തിരുന്നു കൊണ്ട് എന്തൊക്കെ ചെയ്യാമല്ലേ? അത് അധികാരത്തിൻ്റെ അപ്പക്കഷ്ണമല്ല, അപ്പം തന്നെ. അത് രുചിച്ചു കൊണ്ടിരിക്കുന്നവരോട് ചോദിച്ചു നോക്കൂ, ഒരിക്കലും അവർ അധികാരത്തിൽ നിന്ന് വിട്ടുപോരാൻ ആഗ്രഹിക്കില്ല അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ എന്താ ആലോചിച്ച്, ഞാൻ ഷൂട്ടിങ്ങിന് പോയി കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ സിനിമ അടക്കം നായിക വേഷത്തിൽ അഭിനയിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഒരു 10 സിനിമയുടെ ലിസ്റ്റാണ് സുരേഷ് ഗോപി പ്രഖ്യാപിച്ചു. ഈ 10 സിനിമയാണ് എനിക്ക് അഭിനയിക്കാനുള്ളത്. ആ 10 സിനിമയുടെ പേരാണ് BJP തടഞ്ഞതെന്ന് ആലോചിക്കണം. തടഞ്ഞപ്പോഴെന്താ പറഞ്ഞത്, ഞാൻ അഭിനയിച്ചോട്ടെ, ഭരണത്തിനൊരു കുഴപ്പവും വരില്ല. എങ്ങനെ ഭരിക്കും? ഞാൻ എൻ്റെ ഡൽഹിയിലുള്ള എൻ്റെ ഓഫീസ് ഷൂട്ടിംഗ് സ്ഥലത്തേക്കെല്ലാം കൊണ്ടുപോകുമെന്ന് അങ്ങനെ മണ്ടത്തരം പറഞ്ഞായിരിക്കണം. അങ്ങനെയുള്ള സുരേഷ് ഗോപി BJPയുടെ അവസാന വാക്ക് ഒന്നുകിൽ അഭിനയം അല്ലെങ്കിൽ ഭരണം. ഇതിന് തൽക്കാലം കീഴടങ്ങിയാലും പിന്നീട് സംഭവിച്ചത് എന്താ? തുറന്ന മണ്ടത്തരം മാത്രം പറയുന്നു. കേരളത്തിന് വേണ്ടി എന്തോ ആനത്തല ചെയ്യുന്ന പറഞ്ഞ പോലെ കുറേ കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നു. പക്ഷെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് കേന്ദ്ര മന്ത്രി പോലും പ്രഖ്യാപിച്ചു. ഈ അടുത്ത കാലത്ത് നമ്മൾ ആലോചിച്ചു, ഈ അടുത്ത കാലത്ത് തമിഴ്നാടിൻ്റെ DMKയുടെ നേതാവായ കനിമൊഴിയാണ് കേരളത്തിന് വേണ്ടി വാദിച്ച് സംസാരിച്ചതെന്ന് എല്ലാവർക്കും മനസ്സിലായി. വെണ്ടയ്ക്കാക്ഷ പത്രങ്ങൾ വന്നു, ചാനലുകൾ വന്നു. അതിനൊക്കെ പരിഹസിക്കുന്ന രീതിയിലാണ് സുരേഷ് ഗോപി എന്നാലോചിക്കണം. മൊത്തം ഇപ്പം ജനം പറയുന്നത് എന്താ? ഞങ്ങൾക്ക് വേണ്ടത് പഴയ സുരേഷ് ഗോപിയാണ്, ഇപ്പോഴത്തെ സുരേഷ് ഗോപിയല്ല. ഇപ്പോഴത്തെ സുരേഷ് ഗോപി അധികാരമോഹിയാണ്, വാക്കുകൾ സംസാരിക്കുക എല്ലാവരും പുച്ഛിക്കുന്ന സുരേഷ് ഗോപിയാണ്. ആരെയും എന്തിനാ സഹായിക്കുന്നില്ല എന്ന് പറയാൻ കാരണം, സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി തൊഴാൻ പോയപ്പോൾ ഒരു ആരാധകനല്ല, പാർട്ടിയുടെ ഒരു ഇടത്തരം നേതാവൊന്ന് തൊട്ടുമ്പോൾ കൈ അടിച്ചു മാറ്റുന്ന സീൻ നമ്മൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്രമാത്രം അയിത്തം കൽപ്പിച്ചിരിക്കുകയാണ്. മാത്രമല്ല, വരും ജന്മത്തിൽ ഒരു ബ്രാഹ്മണനായി ജനിക്കണമെന്ന് പരസ്യമായി പറഞ്ഞ ഒരു നേതാവ് കൂടിയാണെന്ന് ആലോചിക്കണം. ഇപ്പോഴത്തെ സ്ഥിതി എന്താ? അധികാരം ഉണ്ട്, എവിടെയെങ്കിലും നീ വിലയുണ്ടോ? കേരളത്തിലെ ജനങ്ങൾ 90% സുരേഷ് ഗോപിയെ വെറുത്ത് കഴിഞ്ഞു എന്ന് ആലോചിക്കണം. അത് സുരേഷ് ഗോപി അല്ല, സുരേഷ് പ്രവൃത്തി കൊണ്ടാണ്. അതുകൊണ്ടാണ് അവർ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾക്ക് സുരേഷ് ഗോപി ഇഷ്ടമാണ്, ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിനല്ല.